വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയോ അല്ലാത്ത ഹാർഡായിട്ടിരിക്കുകയൊന്നും ചെയ്യില്ല. നല്ല ലെയറായിട്ട് ഇങ്ങനെ ഇടിയപ്പം ഇതുപോലെ എടുക്കാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇടിയപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഇതുപോലെ ഒരു നാഴി അരിപ്പൊടിയാണ്. ഇതിപ്പോൾ വറുത്ത അരിപ്പൊടിയാണ്. വറുക്കാത്ത അരിപ്പൊടി വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഞാൻ പത്തിരി ചെയ്തിട്ടുണ്ട്, അത് വറുക്കാത്ത അരിപ്പൊടിയിട്ടാണ് ചെയ്തത്. നന്നായിട്ട് തന്നെ ഇടിയപ്പം ചെയ്യാൻ പറ്റും. വറുക്കാത്ത അരിപ്പൊടി എന്ന് പറയുമ്പോൾ അരി കഴുകിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിക്കുന്നതാണ് വറുക്കാത്ത അരിപ്പൊടി. വറുത്ത അരിപ്പൊടി എന്ന് പറയുന്നത് നന്നായിട്ട് കഴുകി ഉടനെ തന്നെ നമ്മൾ മില്ലിൽ കൊടുത്തിട്ട് പൊടിച്ചിട്ട് വറുത്ത് വയ്ക്കുന്നതാണ് വറുത്ത അരിപ്പൊടി. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഇതിൻ്റെ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസം ഉണ്ടാവും. വറുത്ത അരിപ്പൊടിക്ക് കുറച്ച് വെള്ളം കൂടുതൽ വേണം, വറുക്കാത്ത അരിപ്പൊടിക്ക് കുറച്ച് വെള്ളം കുറവ് മതി. ഞാനിവിടെ ഇടിയപ്പത്തിന് പൊടി വാട്ടാൻ വേണ്ടിയിട്ട് വെള്ളം വച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തത് ഒരു നാഴി പൊടിയാണ്. അപ്പോൾ ഒരു നാഴി വറുത്ത അരിപ്പൊടിക്ക് 1.5 നാഴി വെള്ളമാണ് എനിക്കിപ്പോൾ വേണ്ടത്. പക്ഷെ ഞാനൊരല്പം വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. നമ്മൾ 250 ml കപ്പിൽ ഒരു 1/4 കപ്പ് വെള്ളം ഞാനിതിൽ കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. അത് ഇടിയപ്പത്തിനാകുമ്പോൾ ഒരല്പം വെള്ളം കൂടുതൽ നിന്നാലാണ് ഇടിയപ്പം പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് നല്ല സ്മൂത്തായിട്ട് ഇടിയപ്പം പിഴിഞ്ഞ് പോരുള്ളൂ. അല്ലെങ്കിൽ ഭയങ്കര ടൈറ്റായിട്ട് നമുക്ക് കുറച്ച് ബലം പ്രയോഗിക്കേണ്ടി വരും. അപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെള്ളം നമുക്ക് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ വെള്ളം നന്നായിട്ട് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഉടനെ തന്നെ നമുക്ക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇടിയപ്പത്തിന് പത്തിരിക്ക് പൊടി വാട്ടുന്നത് പോലെ ഒരിക്കലും പൊടി വാട്ടരുത്. പൊടി വാട്ടി കഴിഞ്ഞാൽ പിന്നെ ഇടിയപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ആ ലെയർ പോലെ നമുക്ക് കയ്യിൽ കിട്ടില്ല, നല്ല സോഫ്റ്റ് ആവില്ല. കുറച്ചൊരു ബലത്തിലിരിക്കും നമ്മൾ വേവിച്ച് കഴിഞ്ഞാലും. അതുമാത്രമല്ല, നമ്മൾ ഇടിയപ്പം പിഴിഞ്ഞെടുക്കുന്ന സമയത്ത് വല്ലാതെ ടൈറ്റാവും, പൊടി നന്നായിട്ടങ്ങ് വെന്ത് പോയാൽ. അപ്പോൾ ഇത്രയൊരു വേവ് മതി ഇടിയപ്പത്തിന്. അപ്പോൾ ഇവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെക്കാം. അടച്ചിട്ട് ഇതിൻ്റെ ചൂടൊന്ന് ആറിക്കോട്ടെ. അപ്പോൾ അടച്ച് വെച്ചില്ലെങ്കിൽ മേൽഭാഗം ഒരു വരണ്ട പോലെയാവും, അതുകൊണ്ട് അടച്ച് വെക്കണം. ഇനി നമുക്ക് കുഴച്ചെടുക്കാം. ഇത് ചൂട് വല്ലാതെ ആറിയിട്ടില്ല, ചൂടുണ്ട്. എന്നാലും പത്തിരിക്കൊക്കെ നമ്മൾ കുഴയ്ക്കുന്നത് പോലെ നല്ല ചൂടോടുകൂടി തന്നെയൊന്നും ഇടിയപ്പത്തിന് കുഴയ്ക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ പത്തിരിക്ക് എടുക്കുന്നതിനേക്കാളും ഒരല്പം വെള്ളമുണ്ട്. പത്തിരിക്ക് വെള്ളം കൂടിപ്പോയാൽ നമ്മൾ കുഴച്ച് വരുമ്പോഴത്തേക്കും കയ്യിലൊട്ടിപ്പിടിക്കാൻ തുടങ്ങും. ഇടിയപ്പത്തിനാകുമ്പോൾ അത്രയ്ക്കൊരു കുഴയ്ക്കലിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇതിവിടെ ഒരുവിധം നന്നായിട്ട് തന്നെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ പിഴിഞ്ഞെടുക്കുന്നതിന് മുമ്പ് ഇടിയപ്പത്തിൻ്റെ തട്ടിലൊക്കെ ഒന്ന് കുറച്ച് എണ്ണ പുരട്ടി വയ്ക്കാം. അപ്പോൾ വെളിച്ചെണ്ണയാണ് ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത്. അതുപോലെ എല്ലാ സ്ഥലത്തും ഒന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കുക. അപ്പോൾ ചെറിയ ഇതുപോലെ കുഴിയുള്ള തട്ടിലാണ് നിങ്ങൾ വയ്ക്കുന്നതെങ്കിൽ അതിലും ഇതുപോലെ എല്ലാ സ്ഥലത്തും എണ്ണ തടവി കൊടുക്കുക. എല്ലാ സൈഡിലും എല്ലാ സ്ഥലത്തും എണ്ണ തടവി കൊടുക്കുക. അതുപോലെ ഇതുപോലെ ഒരു ചെറിയ പാത്രം കൂടെ എടുക്കുക, എന്നിട്ട് അതിലും എണ്ണ തടവി കൊടുക്കണം. ഇതിലേക്കാണ് നമ്മൾ പിഴിഞ്ഞെടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് സേവനാഴിയിലേക്ക് പൊടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ പാകത്തിന് പൊടി വെച്ച് കൊടുക്കുക. ഒരുപാട് കുത്തി നിറച്ച് വയ്ക്കരുത്. കുത്തി നിറച്ച് വയ്ക്കാതെ പാകത്തിന് പൊടി ഒരു ലൂസായിട്ടുള്ള രീതിയിൽ വെച്ച് കൊടുക്കുക. ഞാനീ പറഞ്ഞ രീതിയിൽ പൊടി വാട്ടിയെടുക്കുകയാണെങ്കിൽ ചൂടാറിയാലും ഇടിയപ്പം നമുക്ക് പിഴിഞ്ഞെടുക്കാൻ നല്ല സ്മൂത്തായിരിക്കും. അതുപോലെ കയ്യിൽ നമ്മൾ പിടിച്ചിട്ട് പിഴിഞ്ഞെടുക്കുന്ന സേവനാഴിയാണെങ്കിലും ഇത് നന്നായിട്ട് തന്നെ നമുക്ക് പിഴിഞ്ഞെടുക്കാൻ സാധിക്കും. കുഴിയുള്ള പാത്രത്തിൽ കൂടെ വയ്ക്കണത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതുപോലെ ചെറിയൊരു പാത്രത്തിൽ ഞാൻ എണ്ണ തടവിയിട്ടുണ്ടായിരുന്നു, അതിലാണ് ഞാൻ പിഴിഞ്ഞ് എടുക്കുന്നത്. അപ്പോൾ അതിലൂടെ ഇതുപോലെ പിഴിഞ്ഞെടുക്കുക. എന്നിട്ട് നമ്മൾ കുഴിയിലേക്ക് ഇത് കമത്തി ഇടുക ഇതുപോലെ. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ വേവിക്കാൻ വയ്ക്കുന്ന സമയത്ത് മേലെ ഇതിൻ്റെ മുട്ടാത്ത രീതിയിൽ വേണം അടുത്തത് മേളിൽ വയ്ക്കാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഇടിയപ്പം വരില്ല, അങ്ങോട്ട് പ്രസ്സായി പോവും. ഞാൻ ഇടിയപ്പത്തിൻ്റെ മേളിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം. ഇത് നമുക്ക് വേവിച്ചെടുക്കാം. ഇതൊരു 5-7 മിനിറ്റ് വരെ ആവും ഇടിയപ്പം വെന്ത് കിട്ടാനായിട്ട്. അപ്പോൾ ഇടിയപ്പം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇടിയപ്പം എല്ലാവർക്കും തന്നെ ചെയ്യാൻ അറിയായിരിക്കും. പക്ഷേ ഞാൻ പറഞ്ഞ ട്രിക്സൊക്കെ ഒന്ന് നോക്കിയൊന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.